ലോകത്തിൽ തന്നെ ഡയബറ്റീസിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 30% ആളുകൾ ഡയബറ്റീസുള്ള ആളുകളാണെന്ന് പറയപ്പെടുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും അതേപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നല്ല സാക്ഷരതയുള്ള കേരളത്തിനാണ് ഒന്നാം സ്ഥാനമുള്ളത്. ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രമേഹത്തിൽ നിന്ന് കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റാത്തത്? നമസ്കാരം, നിവോ ഫിറ്റിൻ്റെ ഹെൽത്ത് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പ്രമേഹത്തിനെ കുറിച്ച്, അതിൻ്റെ പ്രോപ്പറായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഡോക്ടർ പലപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസൊക്കെ പറയുന്ന ഒരു സംഭവമാണ്, നിങ്ങളിങ്ങനെ ഡയബറ്റീസ് ചെക്ക് ചെയ്ത് നടന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ചൊന്നൊരു? അതിന് വലിയൊരു തെറ്റുണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ പ്രത്യേകം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെൻറ്റാലിറ്റി അങ്ങോട്ട് മാറുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ, ഇതിങ്ങനെ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ ടെസ്റ്റുകളാണ് ദിവസവും ടെസ്റ്റ് ചെയ്തിട്ടും ദിവസവും ടെസ്റ്റ് ചെയ്യും. 3 മാസത്തിൻ്റെ HbA1c എടുക്കും. ചിലവർ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കണ്ടിന്യൂസ് മോണിറ്ററിങ് മെഷീൻ ഇടും, അതും ഫോണിൽ ആപ്പ് വഴി നോക്കും, ഫുഡ് കഴിച്ചാൽ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആരോഗ്യം ഉണ്ടായിരുന്ന എനിക്കാണോ ഷുഗർ ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മെൻറ്റാലിറ്റി ടെസ്റ്റിങ്ങിലോട്ട് മാത്രം പോകുന്നത്. ഇത് മാറ്റാനുള്ള വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. അതിനോട് മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളത്. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് പറയുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടർ എങ്ങനെയാണ് ഈ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ആ സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാവരുടെയും ഒരു ധാരണ പ്രമേഹം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല എന്നുള്ളതാണ് കുഴപ്പമെന്നാണ്. ഇതാണ് എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ധാരണ. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ ഈ ജീവിതശൈലി കാരണം കൊണ്ടുവരുന്ന ഈ ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് ശരിക്കും ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ട്, അത്യാവശ്യത്തിലും അധികം ഉണ്ട്. പക്ഷേ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു ഷോർട്ടായിട്ട്. ഇൻസുലിൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ, അതിൽ പലതരത്തിലുള്ള പോഷകങ്ങളുണ്ട്. കൊഴുപ്പുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അന്നജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധുരത്തിൻ്റെ പലതരത്തിലുള്ള ഫോംസുകൾ, ഷുഗർ, ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അന്നജം, സ്റ്റാർച്ച്, ലാക്ടോസ്, ഇതൊക്കെ മധുരങ്ങളാണ്. ബേസിക്കായിട്ട് മധുരങ്ങൾ എന്ന് പറയാം. മധുരം ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമാണ് ഇൻസുലിൻ. പ്രതിരോധമല്ല, അതിനെ എടുത്ത് അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ നമുക്ക് ഊർജ്ജമായിട്ട് മാറ്റണം, അതല്ലെങ്കിൽ നാളത്തേക്ക് ശേഖരിച്ച് വെക്കണം. നാളെ നിങ്ങൾ കഴിച്ചില്ല, പട്ടിണിക്ക് എടുക്കുകയാണെങ്കിൽ നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള ഫ്യൂൽ സോഴ്സായിട്ട് ശേഖരിച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇൻസുലിനാണ്. ഇതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ രക്തത്തിൽ മധുരം കെട്ടിക്കെടുക്കും. അതുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഇൻസുലിൻ ഇല്ല എന്നാണ്. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ഇൻസുലിനെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ ഇഷ്യൂ. അപ്പോൾ ഈ ഷുഗർ രക്തത്തിൽ കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പായിട്ട് വേറെ മാറ്റി വെക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം, ഷുഗർ രക്തത്തിൽ കെട്ടിക്കിടന്നാൽ ഉള്ള കുഴപ്പങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളും ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രക്തത്തിൽ ഷുഗർ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ടുള്ള ഷുഗർ രോഗികളുടെ ഒരു പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മുറിവായി കഴിഞ്ഞാൽ മാറില്ല, മുറിവ് ഉണങ്ങില്ല, അല്ലെങ്കിൽ നമുക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടും. അപ്പോൾ അത് കൊഴുപ്പായിട്ട് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കൊഴുപ്പായിട്ട് കെട്ടിക്കിടന്നാൽ ഒരു കാലത്തോളം വരെ കുഴപ്പമില്ല. നമുക്കൊരു 10-15 വർഷത്തോളം കുഴപ്പമില്ലാണ്ട് കിടക്കും. പക്ഷെ പിന്നെ അത് ബാധിക്കാൻ തുടങ്ങും. ഈ മോശമായ കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ, അതാണ് ഈ മധുരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ കൊഴുപ്പാണ്. മധുരം നമ്മളെ നശിപ്പിക്കുന്ന പോലെ തന്നെ ഈ കൊഴുപ്പും നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. മുട്ടയുടെ മഞ്ഞ നല്ലത്, മുട്ടയുടെ മഞ്ഞ നല്ല കൊഴുപ്പാണ്. അതിൽ ഇപ്പോൾ ഉള്ള എല്ലാ സയൻറ്റിഫിക് സ്റ്റഡീസും എക്സ്പെരിമെൻറ്റ്സും ഒക്കെ തന്നെ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. കൊഴുപ്പുകൾ എത്രയോ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ കൊഴുപ്പിൽ തന്നെ നല്ല കൊഴുപ്പ് ഏതാണ്, മോശമായ കൊഴുപ്പ് ഏതാണ്, ഈ കൊഴുപ്പ് എനിക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിന് നല്ലതാണോ, അല്ലെങ്കിൽ ചർമ്മത്തിന് നല്ലതാണോ എന്നുള്ളത് പോലും അത്രയും വേർതിരിച്ചിട്ടുണ്ട് കൊഴുപ്പുകളെ തന്നെ. അപ്പോൾ കൊഴുപ്പ് മൊത്തത്തിൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇൻസുലിനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത്
ഈ മധുരത്തിന് ശരിക്കും ഊർജ്ജമാക്കിയിട്ട് നമുക്ക് മാറ്റിത്തരാൻ പറ്റുന്നില്ലെങ്കിലോ, അവിടെയാണ് ഇഷ്യൂ. അപ്പോഴാണ് ഇത് കെട്ടിക്കെടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ഇല്ലാത്തതല്ല, ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാത്തതാണ് ഇവിടെ പ്രമേഹത്തിൻ്റെ കുഴപ്പം. ഞാനൊരു സിമ്പിളായിട്ടൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഇൻസുലിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഊർജ്ജമായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻസുലിനുള്ള കാര്യം ചെയ്താൽ പോരെ, ഷുഗർ കഴിക്കാതിരിക്കണമെന്നുള്ളതാണ്? അത് വളരെ നല്ല ചോദ്യമാണ്. അപ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കാൻ കാരണമായ വലിയ കാര്യം തന്നെ ആരാണ്? ഷുഗറാണ്. അമിതമായിട്ട് ഷുഗർ കഴിച്ചതാണ്. അമിതമായിട്ട് ഷുഗർ കഴിച്ചത് കൊണ്ടാണ് ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റാതെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോറൊക്കെ തന്നെയാണോ പറയുന്നത്? അതാണ്. ഇപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, മറ്റുള്ള ഷുഗേഴ്സ് എല്ലാവർക്കും അറിയാം മോശമാണെന്നുള്ളത്. അത് നല്ലോണം കഴിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അത് ഷുഗർ ആകുന്ന സമയത്താണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിയെടുക്കണം. ഇത്രയും കാലം നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ബോധവൽക്കരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കഴിച്ചു തരുന്നത്. ഇനിയുള്ള നെക്സ്റ്റ് ജനറേഷൻസിനൊക്കെ നമ്മൾ ഇതാണ് ശീലിച്ച് കൊണ്ടുപോകേണ്ടത്, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത്. സാർ എപ്പോഴും സാറിൻ്റെ പേഷ്യൻസൊക്കെ പറയാറുണ്ട്, സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് സാർ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത്, തീരെ ചോറ് കഴിക്കാൻ പാടില്ല, മധുരം ഫുള്ള് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണ് അതിനുള്ള നല്ല ഉത്തരം? സാദിഖൊരു മദ്യപാനിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാദിഖിനോട് പറയാണ്, നാളെ മുതൽ അത് കഴിക്കരുത്, ലിവറിന് ഭയങ്കര പ്രശ്നമുണ്ട്, ഹെൽത്ത് തീരെ മോശമായി പോവുകയാണ്, ഇത് പാടില്ല. അപ്പം എന്നെ കുറിച്ച് എന്താണ് സാദിഖ് പറയുന്ന ആള്? ഞാൻ സ്ട്രിക്റ്റ് ആണെന്ന് പറയും അല്ലേ? തൊട്ടരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അങ്ങേയറ്റം എത്തുന്ന സമയത്ത് ഒരു ചെറിയ കാലയളവിന് തീരെ പാടില്ല എന്ന് പറയും. അതിൻ്റേതായിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല, മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്യം പോലെ തന്നെ ഷുഗർ എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് കില്ലറാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെ. അപ്പോൾ അത് പ്രമേഹം എന്ന് പറയുന്ന രോഗം ആവണമെന്നില്ല. ഷുഗർ പലതരത്തിലാണ് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കൊഴുപ്പായിട്ട് പ്രശ്നം ആവാം, അതല്ലെങ്കിൽ ഈ കൊഴുപ്പ് തന്നെ എവിടെ ശേഖരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടും പ്രശ്നമാവാം. ഇപ്പോൾ ഈ മധുരം കൊഴുപ്പായിട്ട് ലിവറിൽ ശേഖരിക്കുകയാണ്, കരളിൽ. ഫാറ്റി ലിവർ വരാം, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാം. ഇനി കൊഴുപ്പായിട്ട് അണ്ടാശയത്തിൽ, ഓവറീസിൽ PCOD വരാം. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലാണ് ഇത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയായിരിക്കും? ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഒന്ന് അമിതവണ്ണം, ഒബീസിറ്റി, പിന്നെ ഒന്ന് ഫാറ്റി ലിവർ, PCOD, ഹൈപ്പർ ടെൻഷൻ, അധികമായിട്ടുള്ള ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഡയബറ്റീസ്. ക്യാൻസർ തീർച്ചയായും. ക്യാൻസറിൻ്റെ ശരിക്കും ഫസ്റ്റ് അതിൻ്റെ ഒരു കണ്ടുപിടുത്തം, നൊബേൽ സമ്മാനം കിട്ടിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ക്യാൻസർ കോശങ്ങളെ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്നമായി തീറ്റി പോറ്റുന്നത് ഷുഗറാണ് എന്നുള്ള കണ്ടുപിടുത്തമാണ്. പ്രേക്ഷകരുടെ ശ്രദ്ധക്കാണ് ഡോക്ടർ ഇങ്ങനെയുള്ള സയൻസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് അബാൻഡണിങ് ദ പ്രിഡാറ്റർ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഏകദേശം 500 പേജ് എങ്ങാണ്ടുണ്ട് അല്ലേ? അത്രയും പേജ്. ഇതിൻ്റെ കറക്റ്റ് സയൻസ് അദ്ദേഹം അവകാശപ്പെടുന്നതും ഇപ്പോഴുള്ള സയൻസും പറയുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഡയറ്റ് കൊണ്ട് തന്നെ ഒരുവിധമൊക്കെ പറ്റും എന്നുള്ളതാണ് അല്ലേ? അതിൽ തീർച്ചയായും അതിൽ സംശയമല്ല. നമുക്ക് എല്ലാ മോഡേൺ സ്റ്റഡീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ് കാണിക്കുന്നത്. ക്യാൻസർ ഒരു മെറ്റബോളിക് ഡിസീസാണോ എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗമാണോ, അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഡിസീസാണോ, നമുക്ക് ജനിതകമായിട്ട് കിട്ടുന്നതാണോ, നമുക്കതിൽ നിന്ന് വേറെ മോക്ഷമില്ലാത്ത ഒരു രോഗമാണോ എന്നുള്ളത് വലിയൊരു ഡിബേറ്റ് ആയിരുന്നു ഈ ഒരു ചെറിയ കാലഘട്ടത്തിലാണ് കേട്ടോ. അതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉറപ്പായിരുന്നു ഫുഡിൽ നിന്നാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിലും പുതിയ പഠനങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും കഴിഞ്ഞതിന് ശേഷം, പലതരത്തിലുള്ള മെറ്റബോളൈറ്റ്സ് പിടിച്ചതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്, ഇത് മെറ്റബോളിക് ഡിസീസ് തന്നെയാണ്, അല്ലെങ്കിൽ ജീവിതശൈലി രോഗം തന്നെയാണ്, അല്ലാതെ പൂർണ്ണമായും ജനറ്റിക് അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. നമ്മളിപ്പം പറഞ്ഞു വന്നത് അതായിരുന്നു, ഡയറക്റ്റ്ലി ഇപ്പം ഡയബറ്റീസിൽ നിന്ന് രക്ഷപ്പെടാനും അന്നജം ഒഴിവാക്കിയാൽ മാത്രം മതിയോ, അതോ വർക്കൗട്ട് വേണോ, അതോ പിന്നെ വേറെ എന്തെങ്കിലും ഇൻസുലിൻ കറക്റ്റ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ടോ? കറക്റ്റ്, നല്ല ചോദ്യമാണ്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ 80% വരുന്നത് ഫുഡ് തന്നെയാണ്. അതിൽ വേറെ സംശയമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക്
വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവരാണ്, നിങ്ങൾക്ക് നല്ല പ്രായമായി എന്ന് വിചാരിക്കുക, ഒരു 60 വയസ്സായി 70 വയസ്സായി, തേയ്മാനമുണ്ട്, അല്ലെങ്കിൽ നീർക്കെട്ടുണ്ട്, ജോയിൻറ്റ് പെയിൻസ് ഉണ്ട്, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്താണ് പരിഹാരം? അപ്പോൾ നിങ്ങൾ മതി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ. മരുന്ന് കഴിക്കാനും അതും ഒരു പരിഹാരമാണെന്ന് ഞാൻ പറയില്ല. അതൊരു താൽക്കാലിക ശമനം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു പരിഹാരം തന്നെയാണ്. നമുക്കത് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം നോർമലാവുകയാണ് വീണ്ടും. എപ്പോഴും പറയപ്പെടാറുണ്ട്, ഇപ്പം ഡോക്ടർ പറയുന്നൊരു സംഭവം, നമ്മൾ ഡയറ്റ് എടുക്കാതെ വർക്കൗട്ടും മരുന്നൊക്കെ മാത്രം കഴിക്കുന്നത് എൻജിൻ ഓയിൽ മാറ്റാതെ പെട്രോൾ ഒഴിക്കുന്ന പോലെയാണെന്നുള്ളത്. എന്താണ് അതിനെ എന്നും പറ്റും. കറക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവരാണ് ഈ ഒരു കാര്യത്തിന് നിൽക്കുക. നല്ല ആരോഗ്യമുള്ളവരാണ് ആ ഒരു ചെറുപ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇത് ലോങ് ടേമിന് എഫക്റ്റീവ് അല്ല. നമ്മൾ ആ ഒരു റൂട്ട് കോസ് അല്ലെങ്കിൽ മൂല കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഇത് ലോങ് ടേമിന് പോകാൻ പറ്റില്ല. അപ്പം അന്നജം ഒഴിവാക്കിയാൽ മാത്രം മതി എന്നാണോ ഡോക്ടർ പറയുന്നത്? അന്നജം ഒഴിവാക്കുക എന്നുള്ളതല്ല അതിൻ്റെ മെയിൻ. നമ്മുടെ ശരീരത്തിന് റണ്ണ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രവർത്തനം നടത്തേണ്ട പ്രധാനപ്പെട്ട പോഷകങ്ങളുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള അളവിൽ എത്തണം, ശരീരത്തിലെത്തണം. അപ്പോൾ ഒന്ന് ഒഴിവാക്കിയാൽ മാത്രം പോരാ, അതിന് പകരം എന്നുള്ളതല്ല, ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിയിരിക്കണം ശരീരത്തിൽ. അതിന് പറ്റിയ ഭക്ഷണം ഓഫ് കോഴ്സ് ഓരോ ആളുകളുടെ മെറ്റബോളിസം വ്യത്യാസമുണ്ട്, ഓരോ ആളുകൾക്ക് അനുസരിച്ചാണ്. പക്ഷേ എന്നാലും ജനറലായിട്ട് അവർ ഇപ്പം ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡയറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ജനറലായിട്ട് ആളുകൾക്ക് ഇതിന് ഉപകാരപ്പെടുന്ന കുറച്ച് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം ചെയ്താൽ, ഒരു ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ ഇത് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ജനറലായിട്ട് പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് എല്ലാവർക്കും അറിയാം, വെജിറ്റബിൾസ് നല്ലതാണ്, പച്ചക്കറികൾ നല്ലതാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നല്ലതാണെന്നുള്ളത് അറിയാം. പക്ഷേ എല്ലാവർക്കും പേടിയുള്ളത് കൊഴുപ്പിനെയും പ്രോട്ടീൻസിനെയാണ്. ചിക്കന് കഴിക്കാൻ പറ്റുമോ, മുട്ട കഴിക്കാൻ പറ്റുമോ, മട്ടൻ കഴിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു പേടിയാണ്. അപ്പോൾ തീർച്ചയായും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. വെജിറ്റബിൾസ് തീർച്ചയായിട്ടും കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നല്ല കൊഴുപ്പുകൾ ശരീരത്തിൽ എത്തിയിരിക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ ഹോർമോണുകൾ വർക്കാവുള്ളൂ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഓർഗൻസിൻ്റെ അപ്കീപ്പ് നടക്കുകയുള്ളൂ. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ കൂടെ ഈ ഷുഗർ എന്തായാലും കട്ട് ചെയ്യണം ഒരു ചുരുങ്ങിയ കാലയളവിൽ. അത്രയും രോഗാവസ്ഥയിലുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ഒഴിവാക്കേണ്ടതുള്ളൂ. അതൊഴിവാക്കി ശരീരം ഒന്ന് ബാലൻസായി വന്നു കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തിനുള്ളിൽ വീണ്ടും മെയിൻ്റെനൻസ് ഡയറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ നിവോഫിറ്റ് ഇന്ത്യ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഡോക്ടർ ഹാമിദ് സാറിൻ്റെ കീഴിൽ വലിയൊരു ടീം ഓഫ് ഡോക്ടേഴ്സ്, ഡയറ്റീഷ്യൻസ്, ട്രെയിനേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ടീം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിലൊരു 1ാം സ്ഥാനമുണ്ട് ഇന്ത്യക്ക്. ഡയബറ്റീസിൻ്റെ വിഷയത്തിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. അതേപോലെ ഒബീസിറ്റിയുടെ വിഷയത്തിൽ നമ്മൾ പിറകിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കൊക്കെ അറിയാം, ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിവോഫിറ്റ് ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ നിലവിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നായിട്ട് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നിവോഫിറ്റ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഫസ്റ്റ് അവർക്ക് കിട്ടുന്നത് ഒരു ഡോക്ടറുടെ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷനാണ്. അതിനുശേഷം ഒരു ഡയറ്റീഷ്യൻ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു തളർച്ച ഉണ്ടാകും. അപ്പോൾ അവർക്ക് എന്താണ് അവർക്കൊരു സൊല്യൂഷൻ, ഇങ്ങനെ തുടങ്ങി അവർക്കൊരു പ്രോപ്പർ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു ഡയറ്റീഷ്യൻ കൂടെ ഉണ്ടാവും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനനുസരിച്ചുള്ള വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു ട്രെയിനർ ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സർവീസസും കൂടിയിട്ടാണ് നിവോഫിറ്റ് ഇന്ത്യ നിലവിൽ ഇന്ത്യക്കകത്തും പുറത്തും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സമയത്ത് അല്ലേ, അവിടെയാണ് അതാണ് നമ്മുടെ ശരിക്കും ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രഡിഷൻ മാറ്റുക, അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ മാറ്റുക എന്നുള്ളതാണ്. തീരെ ഫുഡിനെ കുറിച്ച് ഒരു സാക്ഷരത ഇല്ലാത്ത, ഇത്രയും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊരു വലിയ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ശീലിച്ചു വരുന്നത് ഡെയിലി രാവിലെയും വൈകുന്നേരം പഞ്ചസാര ഇട്ട് ചായ കുടിക്കുക, ഉച്ചയ്ക്കൊരു 4 മണിയാകുമ്പോൾ പിന്നെയും ഒരു ചായ കുടിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ നേരം ഓരോ ടീസ്പൂൺ പഞ്ചസാര കഴിക്കുക, അതേപോലെ തന്നെ 3 നേരം ചോറ് കഴിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നിലവിൽ നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് സ്ട്രിക്റ്റ് അല്ല, നമ്മുടെ ഒരു ശൈലി എന്ന് പറയുന്നത് തന്നെ ഹെൽത്തി ആയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിതെന്തായാലും കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ഏതായാലും നമുക്ക് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നല്ല ആരോഗ്യം ആശംസിക്കുന്നു. താങ്ക് യു.